ഇതെന്ത് ഭവിച്ച പെണ്ണെ, അവിടുന്ന് വന്നത് മുതൽ തുടങ്ങിയതാണല്ലോ ഈ മുഖവും വീർപ്പിച്ചിലിരുത്താം. നീ തിന്നാതെയും ഉറങ്ങാതെ ഇരുന്ന അവൻ അറിയും. കാട്ടിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ഗൗരിയുടെ അടുത്ത് വന്ന് ദേഷ്യത്തോടെ അവളുടെ അമ്മ പറയുമ്പോൾ അവരെ ദേഷ്യത്തോടെ നോക്കി ഗൗരി. മിണ്ടരുത് നിങ്ങളൊരൊറ്റ കാഞ്ഞ ബുദ്ധിയായി ഇതിനൊക്കെ കാരണം. ചെന്ന് നോക്ക്, നിങ്ങളുടെ കാലിൽ കീഴിൽ വേലക്കാരിയെ ജീവിച്ചവൾ അവിടെ രാജകുമാരിയായി കഴിയുന്നുണ്ട്. അവളുടെ സന്തോഷം, ചിരി, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുക. മുടിയിൽ കോർത്ത് പിടിച്ച് മനോനില തെറ്റിയ പോലെ ഗൗരി പറയുമ്പോൾ അമ്മ അവളുടെ അടുത്ത് ചേർന്നിരുന്ന് അവളുടെ മുടിയിൽ മെല്ലെ സ്നേഹത്തോടെ തലോടി. എന്നെ തോണ്ട, എൻ്റെ ജീവിതമാണ് നിങ്ങൾ അവൾക്ക് ദാനം കൊടുത്ത്. കിട്ടില്ല എന്നുറപ്പുള്ള ജോലിയാണ് ശിവേട്ടൻ ഇടപെട്ട് എനിക്ക് കിട്ടിയത്. അത്രയ്ക്കുണ്ട് ശിവേട്ടൻ്റെ പവർ. ഇനി ആ ഇലക്ഷൻ കൂടെ ജയിച്ചാൽ ശിവേട്ടനെ പിടിച്ചാൽ കിട്ടില്ല. ശിവേട്ടൻ്റെ ഭാര്യയായി അവളും. എനിക്കത് ഓർക്കാൻ പോലും വയ്യ. എല്ലാത്തിനും കാരണം അമ്മയുടെ അത്യാഗ്രഹം. ഗൗരിയുടെ കലി അടങ്ങുന്നേയില്ല. അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ച് അവളുടെ അമ്മയും. അവൾ സന്തോഷിക്കട്ടെ മോളെ, ചിരിക്കട്ടെ. ഇതൊക്കെ എത്ര നാളത്തേക്കാ? അവൾ വരും, എൻ്റെ കാലിനടിയിലേക്ക് തന്നെ വരും. ഒട്ടും വൈകാതെ, നീ കണ്ടോ. മനസ്സിൽ കരുതിക്കൂട്ടിയ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടി വെക്കാൻ ഒരുങ്ങിക്കൊണ്ട് ഭാനുമതി പറയുമ്പോൾ അമ്മയെ നോക്കിയിരുന്നു ഗൗരി. വീട്ടിൽ ചെറുപ്പം മുതലേ അമ്മയുടെ പൊന്നോമനയാണെങ്കിലും തന്നേക്കാൾ എന്തിനും മിടുക്കിയായിരുന്ന പാർവതിയുടെ ഒരു വെറുപ്പും പകയുമാണ് ഗൗരിക്ക്. പഠിപ്പും ഡാൻസും പാട്ടും അങ്ങനെ എല്ലാത്തിലും അവൾക്ക് മുന്നിൽ പാർവതി നിൽക്കുമ്പോൾ അവളേക്കാൾ മുന്നിലെത്താൻ ട്യൂഷനും ഡാൻസ് ക്ലാസ്സും പാട്ട് പഠിക്കുന്നതെല്ലാം വാശിയോട് ചെയ്തു ഗൗരി. അവൾ വലുതാവുന്നതിനനുസരിച്ച് അവളുടെ മനസ്സിലെ പകയും വലുതായി. അവളുടെ സങ്കടം ഒരു ലഹരിയായി ഗൗരിയിൽ നിറഞ്ഞു നിന്നു. ഈ നിമിഷം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രണയം പോലും തട്ടിയെടുത്ത് വരെ നിൽക്കുന്നു. ആഹാ, നീ ഇവിടെ നിൽക്കാണോ? വന്നേ, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. ആളൊഴിഞ്ഞൊരു ഭാഗത്തുനിന്ന് സിഗരറ്റ് വലിക്കുന്ന ശിവന്റെ തോളിൽ തട്ടി സനൂപ് പറയുമ്പോൾ അവനെ നോക്കിയെന്ന് പുഞ്ചിരിച്ച് അവന് പിറകെ നടന്നു ശിവൻ. കൂട്ടുകാരൊക്കെ ജോലിയും തിരക്കുകളുമായി പുറത്തായതുകൊണ്ട് ഇപ്പോഴാണ് എല്ലാവരും ഒന്ന് കൂടുന്നത്. ശിവന്റെ കല്യാണത്തിന് പോലും ഇവർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ശിവൻ പ്രണയിച്ച് വിവാഹം കഴിച്ചത് പാർവതിയാണെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. സത്യങ്ങളെല്ലാം അറിയുന്നത് ഇപ്പോൾ ശിവന്റെ കൂടെയുള്ള സനൂപിന് മാത്രമാണ്. നീ ഓക്കെ അല്ലേ ശിവ? അല്ലടാ, ഞാൻ ഓക്കെ അല്ല. ഇനി അങ്ങോട്ട് ഓക്കെ ആവാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ഞാൻ ശ്രമിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ എങ്കിലും ഓക്കെ അഭിനയിക്കാൻ. മുന്നോട്ട് നടക്കുന്നതിനിടെ മറ്റെങ്ങോ നോക്കിയൊരു അലസഭാവത്തിൽ ശിവൻ പറയുമ്പോൾ ഒരു നിമിഷം ഒന്ന് നിന്ന് അവനെ നോക്കി സനൂപ്. പാർവതിയെയും കുട്ടി മണ്ഡപത്തിലേക്ക് വരുന്ന ശിവനെ കണ്ട മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് കൂട്ടുകാർ പരസ്പരം പറഞ്ഞ ആ നിമിഷം ഒന്ന് ഓർത്തുപോയി അവൻ. എടാ, ആ കുട്ടി പാവല്ലേ, വെറുതെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കാതെ ആ കുട്ടിയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കടാ. എല്ലാവരെയും നോക്കി പുഞ്ചിരിയോടെ അധികമൊന്നും സംസാരിക്കാതെ ഒരു മൂലയിലേക്ക് ഒതുങ്ങിക്കൂടി നിൽക്കുന്ന പാർവതി ഓർക്കെ സനൂപ് പറഞ്ഞു. അവൾ പാവമാണ് സനൂപ്, നല്ല കുട്ടിയാണ്. ഒരു പക്ഷേ ഗൗരിയെ ഞാൻ സ്നേഹിക്കും മുന്നേ പാർവതിയെ കണ്ടിരുന്നെങ്കിൽ ഞാൻ അവളെ സ്നേഹിച്ചേനെ, പ്രണയിച്ചേനെ. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനൊന്നും കഴിയില്ല. എൻ്റെ ജീവിതത്തിനൊരു പെൺകുട്ടിയുടെ കണ്ണീരുണ്ട്, എൻ്റെ ഗൗരിയുടെ. ഒന്ന് നിർത്തുന്നുണ്ടോ നീ ഇപ്പോൾ ആലോചിക്കേണ്ട നീ താലി കെട്ടിയ നിന്റെ ഭാര്യയെക്കുറിച്ചാണ്, അല്ലാതെ എവിടെയോ ഒളിച്ചിരുന്ന് നിനക്ക് കത്തെഴുതി ഓരോ വട്ടം കാണിച്ച് കുട്ടികളെ കുറിച്ചല്ല. സനൂപിന് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു. നിനക്കറിയില്ലടാ, ആ കത്തുകളിൽ ഉണ്ടായിരുന്ന അവളുടെ പ്രണയത്തിൻ്റെ ശക്തി. അത് അനുഭവിച്ച് എനിക്ക് മാത്രമേ അറിയൂ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതൊന്നും. അവനെ നോക്കി തോറ്റുപോയതിനെ പോലെ ഒന്ന് പുഞ്ചിരിച്ചു ശിവൻ. മുന്നോട്ട് നടക്കുമ്പോൾ ഒരു ദീർഘശ്വാസം എടുത്ത് അവനൊപ്പം നടന്നു സനൂപ്. കൂട്ടുകാർ മാത്രമായി ഇത്തിരി നേരം ഇരിക്കാനായി നിക്കാഹ് കഴിഞ്ഞതും സനൂപിൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാവരും. ഒരു റൂമിൽ ശിവനൊപ്പം പഠിച്ച 2-3 പെൺകുട്ടികളും കൂട്ടുകാരന്മാരുടെ ഭാര്യമാരും ഇരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അവരുടെ തമാശകളെല്ലാം കേട്ട് ഒരു ചിരിയോടെ പാർവതിയും. ശിവന് സനൂപും ആ മുറിയിലേക്ക് വന്നേ കേൾക്കുന്നത് അവിടെയുള്ള പെണ്ണുങ്ങളുടെ ചിരിയും സംസാരവുമാണ്. കേട്ടോ പാർവതി, ഞങ്ങളുടെയൊക്കെ ക്രഷായിരുന്നു തൻ്റെ കെട്ടിയോൻ. എങ്ങനെ വളച്ചെടുത്താൽ വെട്ടുപോതിനെ തൻ്റെ പാട്ടിലാവും ശിവൻ വീണതല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. സ്റ്റേജിൽ നല്ല അസലായി താൻ പാടുന്നത്. ലീന ഒരു ചിരിയോടെ പറയുമ്പോൾ ഒന്നും വേണ്ടാതെ പുഞ്ചിരിച്ചതേ ഉള്ളൂ പാർവതി. ആഹാ, പാർവതി പാടുവോ? സനൂപിൻ്റെ ഭാര്യ പാർവതിക്ക് നേരെ തിരിഞ്ഞു ചോദിക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു പാർവതി. പാട്ടൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വെറുതെ തമാശയ്ക്ക്, ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. പാർവതി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. തമാശയ്ക്കൊന്നുമല്ല, നല്ല കാര്യമായിട്ട് തന്നെയായിരുന്നു. വെറുതെ രക്ഷപ്പെടാൻ നോക്കണ്ട താൻ. ലീന വീണ്ടും ഇടയ്ക്ക് കയറി പറഞ്ഞു. പാർവതി ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടി പാട് പ്ലീസ്. ലീനയ്ക്കൊപ്പം ശ്വേതയും ആലീസും കൂടി ചേർന്നതും പാർവതി അവർ പരവേശത്തോടെ നിന്നുപോയി. എനിക്കിപ്പോൾ പെട്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വേണ്ട. എല്ലാവരുടെ കൂട്ടത്തിൽ നിന്ന് ആകെ വീർത്തു പോകുന്നു അവൾ. അതെന്താടോ, ശിവന് വേണ്ടി മാത്രമേ പാടുള്ളൂ? ശിവ, തൻ്റെ പ്രിയതമയോട് 2 വരി പാടാൻ പറയടോ. ഒരു തമാശ പോലെ അരുൺ ശിവന്റെ തോളിൽ കൈവച്ച് ഉറക്കെ പറയുമ്പോഴാണ് ശിവൻ അവിടെ വന്നതുപോലും പാർവതി കാണുന്നത്. ശിവയും പാർവതിയും പരസ്പരം നോക്കി. അവരുടെ മിഴികൾ എന്തൊക്കെയോ പറയുന്നു. പരസ്പരം അടുത്തല്ലെങ്കിലും ഒന്നും മിണ്ടിയില്ലെങ്കിലും മറ്റൊരാളുടെ മനസ്സിൽ എന്തെന്ന് മനസ്സിലാവുന്ന ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആ മിഴികൾ സംസാരിക്കുന്നു.
ആ നോട്ടം കൊണ്ട് രണ്ടുപേരുടെയും മനസ്സൊന്ന് കൊളുത്തി വലിച്ചതുപോലെ ഒന്ന് വിങ്ങിപ്പോയി. എത്ര അകറ്റി നിർത്തിയാലും ആ പെണ്ണിലേക്ക് അവൻ്റെ മനസ്സ് ചെന്നെത്തി നിൽക്കുന്നു. കാരണം അവൻ്റെ ഹൃദയത്തിലെ ആ വരികളുടെ ഉടമ അതവളാണെന്ന് അവൻ അറിയില്ലെങ്കിലും ഈ പ്രകൃതിക്ക് മുകളിലിരിക്കുന്ന ശക്തിയും അറിയാമല്ലോ. ഒന്ന് പാടാൻ പറയടോ, നീ എങ്ങനെയാ? ഞങ്ങളൊന്നും കൂടെ അറിയട്ടെ. പാർവതി വിടാൻ ഉദ്ദേശമില്ലാതെ അരുൺ ശിവനോട് പറയുമ്പോൾ അവൻ്റെ മിഴികളിലും ഉണ്ടായിരുന്നു അവൾ പാടുന്ന കേൾക്കാനൊരു കൊതി. അവൻ്റെ മിഴികൾ അവളുടെ മിഴികളിൽ തന്നെ കൊരുത്തു നിന്ന നിമിഷം രണ്ടുപേരെയൊന്ന് മൂള് എൻ്റെ പാർവതി, അല്ലാതെ ഇവന്മാർ നിന്നെ വിടില്ലാട്ടോ. ആ റൂമിലേക്ക് അരുണും ഹാളിലിരിക്കുന്ന ബാക്കിയുള്ള ശിവന്റെ കൂട്ടുകാരും കൂടെ കയറിയതും ശിവൻ ആ ഡോറിൽ ചാരി അവളെ നോക്കി അങ്ങനെ നിന്നു. ബാൽക്കണിയിലൂടെ ഒഴുകി വരുന്ന ഒരു ഇളം കാറ്റ് അവളുടെ മുടിയിഴകളിൽ തലോടി പോകുന്നു. അവൻ്റെ മിഴികൾ അവളോട് പാടാൻ എന്ന പോലെ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചതും അവൾ ആരെയും നോക്കാതെ ഒരു നിമിഷം തലയും താഴ്ത്തിയിരുന്നു. കണ്ണുകളടച്ച് പാടി അവസാനം മെല്ലെ മിഴികൾ തുറന്ന് ശിവനെ മിഴിയുർത്തി നോക്കുമ്പോൾ സ്വയം മറന്നെന്ന പോൽ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ. അവിടെയുള്ള കൂട്ട കയ്യടികളും പാർവതിക്ക് നേരിടുന്ന വരുന്ന പ്രശംസകളും ഒന്നും കേൾക്കാതെ ശ്രദ്ധിക്കാതെ കാതിലിപ്പോഴും മുഴങ്ങുന്നു ആ മധുര ശബ്ദത്തിൽ ലയിച്ച് അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്ന് പോയിരുന്നു ശിവൻ. ഒരുപാട് പേര് വന്നു തന്നെ കയ്യിൽ മുറുകെ പിടിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. എങ്കിലും അവളുടെ മിഴികൾ തന്നെ മാത്രം നോക്കി നിൽക്കുന്നവരിൽ മാത്രമാണ്. മനസ്സ് നിറഞ്ഞ പോലെയുള്ള അവൻ്റെ ആ ഒരൊറ്റ നോട്ടം മാത്രം മതിയായിരുന്നു അവൾക്ക് ഹൃദയത്തിൽ ഒരു സന്തോഷത്തിൻ്റെ പെരുമഴക്കാലം ഉണ്ടാവാൻ. എൻ്റെ പെണ്ണിൻ്റെ മുഖത്തൊരു വാട്ടം. അമ്മയുമായി വഴക്കിട്ടോ അതോ പിണങ്ങിയോ? റൂമിലെ കയറി വന്നേ കാണുന്നത് തലയും താഴ്ത്തിരിക്കുന്ന അനുവിനെയാണ്. വിഷ്ണു ഒരു ചിരിയോടെ അവളുടെ അടുത്തായി ചേർന്നിരുന്നു. അത്രയും ചോദിച്ചപ്പോഴേക്കും അവൻ്റെ നെഞ്ചിലേക്ക് വീണിരുന്നു അവൾ. അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ അവനോട് ഒന്നുകൂടി ചേർത്തിരുത്തി വിഷ്ണു. ഇത്തവണയില്ല വിഷ്ണുവേട്ടാ. കയ്യിൽ മുറുകെ പിടിച്ച പ്രഗ്നൻസി ടെസ്റ്റ് അവന് കാണിച്ചു കൊടുക്കുമ്പോൾ സങ്കടം കൊണ്ട് അത് മുറുകെ പിടിച്ച അവളുടെ കൈകൾ ഒന്ന് വിറച്ചു പോയിരുന്നു. അവൻ്റെ നോട്ടം അവളുടെ കയ്യിൽ ഒരൊറ്റ ചുവന്ന വര മാത്രം തെളിഞ്ഞു കാണുന്ന ആ പ്രഗ്നൻസി ടെസ്റ്റിലേക്ക് നീണ്ടു. അവനൊരു ദീർഘശ്വാസം എടുത്ത് ഉള്ളിലെ കുഞ്ഞൊരു നോവ് മറച്ചു വെച്ച് അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അയ്യേ, ഇതിനാണ് എൻ്റെ അനുമോൾ ഇങ്ങനെ ഇരിക്കുന്നേ. അതൊക്കെ അതിൻ്റെ സമയത്ത് നമുക്ക് ദൈവം എത്ര എന്ന് വെച്ചാൽ തരത്തില്ലയോ. അതുവരെ നീ എൻ്റെ മോളും ഞാൻ മോനും. അവളുടെ കവിളൊന്ന് ഉള്ളി വലിച്ച് വിഷ്ണു ഒരു ചിരിയോട് പറയുമ്പോൾ നിറഞ്ഞു തുളുമ്പിയ മിഴികൾ അവനെ തന്നെ നോക്കിയിരുന്നു. വിഷ്ണുവേട്ടന് ഒട്ടും സങ്കടമല്ലേ? കണ്ണുകൾ തുടച്ച് കൊച്ചുകുട്ടികൾ ചോദിക്കും പോലെയുള്ള അവളുടെ ചോദ്യം അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്തിന്? അവളുടെ നെറ്റിയിലൊന്ന് തലമുട്ടിച്ച് വിഷ്ണു ചോദിക്കുമ്പോൾ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത ഭാവത്തിലുള്ള അവൻ്റെ ചോദ്യം അവളുടെ മുഖത്തെ സങ്കടം മാറി അവിടെ അവനോടുള്ള പരിഭവം നിറഞ്ഞു. എനിക്കറിയാം ഒത്തിരി സങ്കടമുണ്ടെന്ന്, എന്നോട് പറയാതെ നടക്കുമല്ലേ? അവളുടെ മുഖം വീർത്തു വന്നു. ഇല്ലടി, ദൈവം തരുമ്പോൾ തരട്ടെ. നീ ഇങ്ങനെ എല്ലാ മാസവും കാത്തിരുന്ന് സങ്കടപ്പെടാതെ ഇരുന്നാൽ മതി. അവളോളം ഇല്ലെങ്കിലും അവൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു ഈ മാസമെങ്കിലും ഒരു സന്തോഷ വാർത്ത ഉണ്ടായെങ്കിൽ എന്നുള്ള പ്രതീക്ഷ. അതില്ലെന്ന് അറിഞ്ഞ നിമിഷം മുതൽ അവൾ സങ്കടപ്പെടരുതെന്ന് മാത്രമായി അവൻ്റെ ചിന്ത. ഇതിപ്പോൾ എത്രയായി നമ്മൾ കാത്തിരിക്കുന്നു വിഷ്ണുവേട്ടാ. എനിക്കാണ് കുഴപ്പമെന്നല്ല ഡോക്ടർ പറഞ്ഞത്. എന്നെ ഒഴിവാക്കി ഏട്ടൻ വേറെ കുട്ടിയെ കല്യാണം കഴിച്ചോ? ഞാൻ എൻ്റെ വീട്ടിലേ പൊക്കണം. അത് പറയുമ്പോൾ അവളുടെ ചുണ്ടും ഹൃദയവും ഒരുപോലെ വിരുമ്പിപ്പോയിരുന്നു. അപ്പോൾ എനിക്കാണ് പ്രശ്നമെങ്കിൽ നീ എന്നെ ഒഴിവാക്കി വേറെ കല്യാണം കഴിച്ചേനെ അല്ലേടി? അവൻ അവളെ തിരിഞ്ഞു കൂർപ്പിച്ച് നോക്കി ചോദിച്ചു. ഞാൻ ഒഴിവാക്കൊന്നുമില്ല. അവളുടെ മുഖത്തെ സങ്കടം മാറി അനുവിനോട് ചോദിച്ചു. പിന്നെ ഞാൻ എങ്ങനെയാണ് നിന്നെ ഒഴിവാക്കി വേറെ കല്യാണം കഴിക്കുന്നേ? അവൻ്റെ ആ ചോദ്യത്തിന് ഒരു മറുപടിയും കൊടുക്കാതെ ഇരുന്നു അനു. അവനപ്പം മറ്റൊരു പെണ്ണ്, അത് ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷേ തനിക്ക് അവനൊരു കുഞ്ഞിനെ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലോ എന്ന പേടിയാണ് അവൾക്ക്. വിഷ്ണുവേട്ടാ, അവൾ എന്തോ പറയാൻ തുടങ്ങും മുന്നേ അവളെ തടഞ്ഞു അവൻ. ഇനിയൊന്നും പറയണ്ട അനു, നീ പോയി ഒരു കട്ടനിട്ട് വന്നേ ചെല്ല്. അവളുടെ അടുത്ത് ഇനിയും ഇരുന്ന അവൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും എന്നറിയുന്നവൻ മെല്ലെ എഴുന്നേറ്റ് കൊണ്ട് പറയുമ്പോൾ അവളുടെ മുഖം വീണ്ടും നിരാശയിലാണ്ടു. അവനത് കണ്ടെങ്കിലും കണ്ടഭാവം നടിക്കാതെ ഷർട്ടഴി ഹാങ്ങറിൽ വെച്ച് കുളിക്കാനായി നടന്നു. അനു കണ്ണും മുഖവും നന്നായി തുടച്ചുകൊണ്ട് അടുക്കളയിലേക്കും. അനു കരഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടും അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ പാർവതി അവളുടെ ജോലികൾ ചെയ്യുമ്പോൾ വാടിയ മുഖത്തോടെ നിൽക്കുന്ന അനുവിനെ കണ്ട് ഒരു പേരെക്കുട്ടി തൻ്റെ കയ്യിലേക്ക് ഏറ്റുവാങ്ങണമെന്ന സ്വപ്നം ഈ പ്രാവശ്യവും ദൈവം സാധിപ്പിച്ചു തന്നില്ല എന്ന ഉള്ളിലെ വിങ്ങൽ മറച്ചു വെച്ച് അമ്മയും. പാറു, ദേ ശിവൻ വന്നു, അവന് കഴിക്കാനെടുത്തേ. ഉച്ചയ്ക്ക് ഈ നേരത്തൊന്നും അങ്ങനെ വരാറില്ല അവൻ. പ്രചരണവും ചർച്ചയും മീറ്റിംഗും ഒക്കെ അവനിപ്പോൾ കുറച്ച് നാളായി നല്ല തിരക്കിലാണ്. കയ്യും മുഖവും കഴുകി ടേബിളിലേക്ക് ഇരിക്കുമ്പോൾ തനിക്ക് വേണ്ടി ഓരോന്നും കൊണ്ടുവന്ന് ടേബിളിൽ വെക്കുന്നവളെ ഒന്ന് പാളി നോക്കി ശിവൻ. എന്നാൽ തന്നെ നോക്കുന്നതിനെ അറിഞ്ഞിട്ടും അവനായൊരു നോട്ടം നൽകാതെ പാർവതിയും. അമ്മ കഴിച്ചോ? കസേരയിലിരിക്കുന്നതിനിടെ ശിവൻ അമ്മയെ നോക്കി ചോദിച്ചു. മരുന്നും ഗുളികയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ കഴിച്ചു. വിഷ്ണു വന്ന് കഴിക്കുമ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് അനുവും കഴിച്ചു. ഇനി കഴിക്കാനുള്ളത് പാറുവാ. അവൾ കഴിക്കാനിരിക്കുമ്പോഴാണ് നീ വന്നത്. ഞാനൊന്ന് കിടക്കട്ടെ. ആ ചുവപ്പ് ഗുളിക കഴിച്ചാൽ അപ്പോൾ ക്ഷീണം വരും. മോളെ പാറു, നീ വന്ന് കഴിക്കാൻ നോക്ക്. സമയം 2 കഴിഞ്ഞു.
അവരടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞ് അവരുടെ റൂമിലേക്ക് നടക്കുമ്പോഴാണ് വെള്ളവും ഗ്ലാസുമായി ശിവന്റെ അടുത്തേക്ക് വരുന്നവളെ ശിവൻ കാണുന്നത്. അവനടുത്തായ ജഗ് ഗ്ലാസ് വെച്ച് തിരിഞ്ഞു നടക്കുമ്പോഴാണ് ഇവിടെ ഇരുന്ന് കഴിക്കുക എന്ന് പറയാൻ മനസ്സ് കൊതിച്ചു പോകുന്നുണ്ട്. എങ്കിലും എന്തോ അതിൽ നിന്നും അവനെ തടയുന്നു. അവളോട് അടുക്കരുതെന്ന് വീണ്ടും വീണ്ടും മനസ്സ് പറയുമ്പോൾ അവളോടൊന്ന് മിണ്ടാനെന്ന് പാടിയ പാട്ട് നന്നായിരുന്നു എന്നൊക്കെ പറയാൻ മറ്റൊരു മനസ്സ് കൊതിച്ചു പോകുന്നുണ്ട്. കണ്ണുകൾ മുറുകെ അടച്ച് താനെടുത്ത തീരുമാനത്തിൽ നിന്നും ഒട്ടും പിന്നോട്ട് പോവില്ല എന്ന മനസ്സിൽ വീണ്ടും വീണ്ടും പറഞ്ഞവൻ അവളെ ഓർക്കാതെ മുന്നിലിരുന്ന ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു. അമ്മയോട് യാത്രയും പറഞ്ഞ് അവൻ വീണ്ടും പാർട്ടി ഓഫീസിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അവൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ നിർത്താതെ റിങ് ചെയ്യുന്നത്. ധൃതിയിൽ നടക്കുന്നതിനിടെ ഫോൺ എടുത്തതും കേട്ട വാർത്തയിൽ ഒരു നിമിഷം നിന്നു പോയി അവൻ. എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട്? ഞങ്ങളിപ്പോൾ വരാം. എന്തൊക്കെയോ ഫോൺ സംസാരിച്ച് അടുക്കളയിലേക്ക് വരുന്നവനെ തിരിഞ്ഞു നോക്കി പാർവതി. വെള്ളമൊക്കെ ടേബിളിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെന്താ പതിവില്ലാതെ അടുക്കളയിലേക്ക് ഒരു വരവ് എന്ന് പാർവതി ഓർത്തുപോയി. എന്നാൽ അവൻ്റെ നോട്ടം പോയത് കഴിക്കാനായി പ്ലേറ്റും എടുത്ത് നിൽക്കുന്നവളെയാണ്. നീ ഇതുവരെ കഴിച്ചില്ലേ? അവൻ്റെ ശബ്ദത്തിൽ പതിവിലും കൂടുതൽ ഗൗരവം നിറഞ്ഞു. ഇല്ല, ഇത്തിരി ജോലി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് കരുതി. പാർവതി അവനെ നോക്കി പറയുമ്പോൾ പതിവില്ലാത്ത ചോദ്യവും വരവും എല്ലാം അവളുടെ ഉള്ളിൽ കുഞ്ഞൊരു സംശയം നിറച്ചു. നീ വേഗം ഒന്ന് ഒരുങ്ങിക്കേ, ഒരിടം വരെ പോവാം. അവളോട് പറയുമ്പോൾ സംശയത്തിൽ അവളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. എങ്ങോട്ട്? അവൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രം വേണ്ടുന്ന അവനോടുള്ള പരിഭവം മിഴിച്ചു നിന്നിരുന്നു അവളിൽ. അത് പറഞ്ഞാലേ വരൂ. അവൻ്റെ ശബ്ദം കടുത്തു. അതെ, അല്ലാതെ വരാൻ ഞാൻ നിങ്ങളുടെ. പാർവതി അവനെ നോക്കി പറഞ്ഞു തുടങ്ങും മുന്നേ ഒരു കൈ മുന്നിലേക്ക് വെച്ച് തടഞ്ഞവൻ. നിന്റെ അച്ഛന് ചെറിയൊരു നെഞ്ചുവേദന, സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വേഗം പോണം, ഡ്രസ്സ് മാറിയിട്ട് വാ, ഞാൻ പുറത്തുണ്ടാവും. അവൻ പറഞ്ഞതും നിന്ന നിൽപ്പിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പണ്ട് ഇതുപോലെ നെഞ്ചുവേദനിച്ച് ഹോസ്പിറ്റലിലാക്കിയതും അറ്റാക്കാണെന്ന് പറഞ്ഞതും ഇനിയും ഇതുപോലെ വന്നാൽ രക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞതും എല്ലാം അവളുടെ മനസ്സിലേക്ക് വന്നു. കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ച് എടുത്ത പ്ലേറ്റ് സ്റ്റാൻഡിലേക്ക് തന്നെ വെച്ച് അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. ഡ്രസ്സ് പോലും മാറാതെ തൻ്റെ അടുത്തേക്ക് വരുന്നവളോട് ഒന്നും ചോദിക്കാൻ നിൽക്കാതെ അവൻ വണ്ടി എടുക്കുമ്പോൾ അവന് പിറകിലായി മരവിച്ചൊരു മനസ്സോടെ അവളും കയറി. തൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളവൻ പോലും തനിക്കിപ്പോഴും സ്വന്തമല്ല. ഈ ഭൂമിയിൽ തൻ്റെ സ്വന്തം എന്ന് പറയാൻ ആകെയുള്ളത് അച്ഛനാണ്. ഹൃദയം ഇങ്ങിയൊരു കണ്ണുനീർ തുള്ളി അവളുടെ മടിയിലേക്ക് ഉറ്റി വീഴുമ്പോൾ തനിക്കിനിയും നേരിടാൻ പരീക്ഷണങ്ങളുടെ ഒരു നിര തന്നെ ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്ന് എന്നോർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഐസിയുവിൻ്റെ അടുത്തേക്ക് ധൃതിയിൽ നടക്കുകയാണ് ശിവൻ. അവൻ്റെ പിന്നിലായി പാർവതിയുമുണ്ട്. മനസ്സും ശരീരവും ഒരുപോലെ തളർന്നു കൊണ്ടാവാം അവനോളം വേഗത്തിൽ നടക്കാൻ അവളുടെ കാലുകൾക്ക് കഴിയുന്നില്ല. അവിടെ ചെന്നാൽ കേൾക്കാൻ പാടില്ലാത്ത പലതും കേൾക്കുമോ? അച്ഛൻ കൂടെയില്ലാതെ താൻ ഇനിയും അനാഥയാകുമോ എന്നൊക്കെയുള്ള ചിന്തകൾ അവളുടെ ശരീരത്തെ ആകെ തളർത്തി കളയുന്നുണ്ട്. എങ്കിലും അത് പുറമേ കാണിക്കാതെ പെട്ടെന്നൊന്നും മനസ്സിൽ പിരിമുറുക്കം ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധമാണ് അവളുടെ നടത്തം. ശിവേട്ട, എൻ്റെ അച്ഛൻ. അമ്മയുടെ തോളിൽ ചാഞ്ഞു കിടന്നവൾ പൊടുന്നനെ ചെന്ന് ശിവനെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയുമ്പോൾ അതൊട്ടും പ്രതീക്ഷിക്കാതെ നിന്നവൻ ഒന്ന് പിന്നിലേക്ക് വീഴ്ചിപ്പോയി. അവൻ്റെ നോട്ടം നേരെ ചെയ്യുന്നത് പാർവതിയുടെ നെറുക്കാണ്. തന്നെയും തൻ്റെ നെഞ്ചിലൊരു ആശ്വാസത്തിനെ ചാഞ്ഞവളെയും ഒന്നും നോക്കാതെ നേരെ ചെന്ന് ഏതോ നഴ്സിനോട് കാര്യം എന്തൊക്കെയോ ചോദിക്കുന്നവളെ ഒരു നിമിഷം നോക്കി നിന്ന് പോയി ശിവൻ. എന്താ ഗൗരി ഇത്? കരയല്ലേ? അച്ഛനൊന്നുമില്ല. നെഞ്ചിൽ പറ്റിപ്പിടിച്ച് പൊട്ടിക്കരയുന്നവളെ അവളെ പോലും അറിയാതെ അടർത്തി മാറ്റി വാക്കുകൾ കൊണ്ട് അവൾക്ക് ആശ്വാസമേകുമ്പോൾ ദൂരെ ഒരു ചെറിയ ചെയറിൽ കണ്ണുകളടച്ച് ഇരിക്കുന്നവളിലേക്കും അവൻ്റെ നോട്ടം ചെന്നെത്തി. എന്താ ഡോക്ടർ പറയുന്നത്? ഭാനുമതിയുടെ അടുത്തേക്ക് ചെന്ന് ശിവൻ ചോദിക്കുമ്പോൾ ഗൗരി രണ്ട് കണ്ണ് അമർത്തുടച്ച് അവൻ്റെ അടുത്തായി ഒരു കുഞ്ഞു തേങ്ങലോട് നിന്നു. അച്ഛൻ ഇങ്ങനെ ആയതിൽ വിഷമമുണ്ടെങ്കിലും ശിവൻ കാണാൻ വേണ്ടി കുറച്ചുകൂടി അധിക സങ്കടം ഭാവിച്ചാണ് അവളുടെ നിൽപ്പ്. കണ്ണുകൾ നിറയാതെ പൊട്ടിക്കരയാതെ ദൂരെ കല്ലുപോലെ ഇരിക്കുന്ന ആ പെണ്ണിൻ്റെ ഹൃദയവേദന ആ സമയം അവൻ പോലും അറിഞ്ഞില്ല. ഡോക്ടർ അകത്തേക്ക് പോയിട്ടുണ്ട്. ഒരു ഓപ്പറേഷൻ വേണം, അത് കഴിഞ്ഞാൽ എന്തും പറയാൻ പറ്റൂ എന്നാ പറഞ്ഞേ. സാരി തലപ്പ് കൊണ്ട് കണ്ണുനീർ തുടച്ച് ഭാനുമതി പറയുമ്പോൾ ശിവൻ ഐസിയുവിനടുത്തുള്ള ചുവരിൽ ചാരി നിന്നു. അവൻ്റെ മിഴികൾ ഇടയ്ക്കിടയ്ക്ക് ആ കസേരയിൽ തനിയിരിക്കുന്ന പാർവതിയിലേക്കും കുറച്ച് മാറി അമ്മയുടെ തൊഴിൽ ചാഞ്ഞു കിടക്കുന്ന ഗൗരിയിലേക്കും പോയിക്കൊണ്ടേയിരുന്നു. ഒരാൾ താൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചവളും മറ്റൊന്ന് വിധിയാൽ സ്വന്തമായവളും അവരിൽ ആരെയാണ് താൻ കൂടുതൽ സമാധാനിപ്പിക്കേണ്ടത്, ആശ്വാസമേകേണ്ടത്? അവൻ്റെ ഉള്ളം അവനോട് തന്നെ ചോദിച്ചു പോയി. സമയം നീങ്ങിക്കൊണ്ടിരുന്നു. മുത്തശ്ശിയും വീട്ടുകാരുമൊക്കെ ആ ഐസിയുവിന് മുന്നിൽ ആളുകൾ കൂടി വരാൻ തുടങ്ങി. എല്ലാവരും നിൽക്കുന്നത് ഭാനുമതിക്കും ഗൗരിക്കും അടുത്താണ്. ഗൗരി മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് കണ്ണീർ വാർക്കുന്നുണ്ട്. അവളുടെ തലയിൽ പതിയെ തലോടി അവർ ഇരിക്കുമ്പോൾ അവരുടെ മിഴികൾ പോയത് എന്തൊക്കെയോ ആലോചിച്ച് ദൂരേക്ക് നോക്കി ഇരിക്കുന്നവളിലേക്കാണ്. പെയ്യാൻ വിതുമ്പി നിൽക്കുന്ന ഒരു കണ്ണുനീർ സാഗരം അവളുടെ കണ്ണിൽ കാണുന്നുണ്ട്. എങ്കിലും ഒന്ന് അടുത്ത് പോകാനോ സമാധാനിപ്പിക്കാനോ അവർക്കും എന്തോ കഴിയുന്നില്ല. പണ്ട് മുതലേ ഭാഗ്യദോഷി എന്നും പറഞ്ഞ് അകറ്റി നിർത്തിയത് കൊണ്ടാവാം, പക്ഷേ ഇപ്പോൾ അവളുടെ അടുത്തൊന്ന് പോയി ഇരിക്കാനും ആ തലയും തലോടാനും എല്ലാം തോന്നിപ്പോകുന്നുണ്ട്. അവരുടെ നോട്ടം പിന്നീട് ചെന്നെത്തിയത് അവിടെ ചെറിയച്ഛനോടും മറ്റും സംസാരിക്കുന്ന ശിവനിലേക്കാണ്.
അവരുടെ നോട്ടം അറിഞ്ഞെന്ന പോലെ ശിവനും അവരെയും നോക്കി. അവർ കണ്ണുകൾ കൊണ്ടവൻ അടുത്തേക്ക് വിളിച്ചതും അവൻ അവരുടെ അടുത്തായി ചെന്ന് നിന്നു. എന്താ മുത്തശ്ശി, വെള്ളം എന്തെങ്കിലും വേണോ? അവൻ അവരുടെ അടുത്തേക്ക് നിന്ന് അത്രയും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ചോദിച്ചു. നീ അവളുടെ അടുത്തേക്കൊന്ന് ചെല്ല്, എന്നിട്ട് ഇത്തിരി നേരം അവളുടെ അടുത്ത് നിന്നിരിക്കുക. പാർവതിയുടെ നേർക്ക് നോക്കി അല്പം ഗൗരവത്തോടെ മുത്തശ്ശി പറയുമ്പോൾ പാർവതിക്ക് വേണ്ടി അന്ന് ആദ്യമായി മുത്തശ്ശി സംസാരിക്കുന്നത് കേട്ട് അവിടെ കൂടി നിന്ന എല്ലാവരും ഒരു നിമിഷം ഒന്ന് ഞെട്ടി. മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് കരഞ്ഞിരുന്ന ഗൗരി നിമിഷ നേരം കൊണ്ട് ചാടി എണീറ്റ് അവരെ ദേഷ്യത്തോടെ നോക്കി. അത് കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ ശിവനെ നോക്കി അങ്ങോട്ട് ചെല്ലുന്ന കാണിച്ചവർ. അവനൊന്നും മിണ്ടാതെ അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ അടുത്തുള്ള ചെയറിലായിരുന്ന മറ്റെങ്ങും നോക്കി ശിവൻ. തൻ്റെ അടുത്തായിരിക്കുന്നവനെ കാണി ചായാനൊരു തോള് കിട്ടിയതിൻ്റെ ആശ്വാസം എന്ന പോൽ അവൾ പോലും അറിയാതെ അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ അവനിലേക്ക് ചാഞ്ഞു. അവരെ തോളിലായി തലവെച്ചൊരു നിമിഷം അവൾ കണ്ണുകളൊന്നും മുറുക്കി അടച്ചതും എത്ര പിടിച്ചു നിർത്തിയിട്ടും മനസ്സ് വിങ്ങിയൊരു കണ്ണുനീർ തുള്ളി അവരെ തോളിൽ വന്ന് തെറിച്ചുപോയി. തൻ്റെ തോളിലായി ചാഞ്ഞു കിടക്കുന്നവളെ ആശ്വസിപ്പിക്കാൻ മനസ്സ് വെമ്പുമ്പോഴും എന്തോ അവനെ തടഞ്ഞുകൊണ്ട് ഇരുന്നു.